യൂണിറ്റ്സ് ആൻഡ് നോൺ എസ് ഐ യൂണിറ്റ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട്. ഇപ്പോൾ നോർമൽ നമ്മുടെ ബയോകെമിസ്ട്രി ടോപ്പിക്കിൽ ആയാലും അതേപോലെ തന്നെ നമ്മൾ ഏത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ത് ക്വാണ്ടിറ്റീസ് ആണെങ്കിലും നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, എസ് ഐ യൂണിറ്റ്സ് ആൻഡ് നോൺ എസ് ഐ യൂണിറ്റ്. അതിൽ എസ് ഐ യൂണിറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് ഐ യൂണിറ്റ്സ് ആണ്. പക്ഷെ ചില ക്വാണ്ടിറ്റീസ് ചില സിറ്റുവേഷനിൽ മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോൺ എസ് ഐ യൂണിറ്റ്സ്. അപ്പോൾ ഈ എസ് ഐ യൂണിറ്റ്സ് എന്താണ്, നോൺ എസ് ഐ യൂണിറ്റ്സ് എന്താണ്, ഇതൊക്കെ ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, ഏതൊക്കെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിറ്റ്സ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ബയോകെമിസ്ട്രിയിൽ നമ്മൾ ഒരു ലാബിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ലാബ് ടെസ്റ്റ് കിട്ടിയാലും അതിന്റെ റിസൾട്ട് നമ്മൾ എഴുതുന്നത് അതിന്റെ യൂണിറ്റ്സോട് കൂടിയിട്ടായിരിക്കും. അപ്പൊ ശരിയായ രീതിയിൽ അതിന് യൂണിറ്റ്സ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പം ഒരു പ്രഷർ നമ്മൾ പാസ്കലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ പ്രഷർ നമ്മൾ വെറുതെ ഒരു നമ്പർ ആക്കിയിട്ട് മാഗ്നിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ എന്താന്ന് എങ്ങനെ അറിയും? അപ്പോൾ എന്ത് ക്വാണ്ടിറ്റി ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ എസ് ഐ യൂണിറ്റ് എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ എസ് ഐ യൂണിറ്റിലെ മെട്രിക് സിസ്റ്റം, യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് എങ്ങനെയാണ് വന്നത്? ഇപ്പൊ 17th സെഞ്ചുറിക്ക് മുമ്പ് പല രാജ്യങ്ങളിലും എങ്ങനെ ലെങ്ത്, ഏരിയ, വെയിറ്റ് ഇവയൊക്കെ എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ 1791 ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മെട്രിക് സിസ്റ്റം അല്ലെങ്കിൽ എന്ത് യൂണിറ്റ് ആയിക്കോട്ടെ അതിനെ മെഷർ ചെയ്യാനായിട്ട് യൂണിവേഴ്സൽ ആയിട്ട് ഒരു സിസ്റ്റം വേണം എന്ന് ഐഡന്റിഫൈ ചെയ്തതും അതേപോലെ തന്നെ അത് അതിന് പ്രാബല്യത്തിൽ വന്നതും 1791 നമുക്ക് എസ് ഐ സിസ്റ്റത്തിലേക്ക് വരാം. ഇത് നമ്മളെല്ലാ ഇപ്പം ഏത് കൺട്രീസ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് വേണം എന്ന സിസ്റ്റമാണ് ഈ അങ്ങനെ ഒരു യൂണിഫൈഡ് സിസ്റ്റം ഓഫ് മെഷർമെന്റ് ആണ് എസ് ഐ സിസ്റ്റം എന്ന് പറയുന്നത്. എസ് ഐ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽസ് പറയാം. എസ് ഐ സിസ്റ്റം നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് പറയുന്നത്. അത് ഫ്രഞ്ച് ടേം ആയിട്ടുള്ള സിസ്റ്റമേ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം എന്നാണ് ഈ ഒരു എസ് ഐ സിസ്റ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കാം. പ്രീവിയസ് ഇയറിൽ ഏതോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് കണ്ടതാണ് സിസ്റ്റം ഇന്റർനാഷണൽ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എസ് ഐ സിസ്റ്റം ഒറിജിൻ ചെയ്തത്, ഏത് വേർഡ് ആണെന്ന് ചോദിക്കാൻ ചിലപ്പോൾ. ഫ്രഞ്ച് ടേം ആണ് എസ് ഐ സിസ്റ്റം വന്നിട്ടുള്ളത്. സിസ്റ്റം ഇന്റർനാഷണൽ അല്ലെ സിസ്റ്റമേ ഇന്റർനാഷണൽ യുണൈറ്റ്സ്. അപ്പോൾ അത് ഫ്രഞ്ചിൽ പറയുന്നതാണ്. സിമ്പിളി നമ്മൾ പറയുകയാണെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ ആണ് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ എസ് ഐ സിസ്റ്റത്തില് ഒരു പ്രിഫിക്സും കാണും, ഒരു ബേസ് യൂണിറ്റും കാണും. ഓക്കെ, പ്രിഫിക്സും കാണും, ഒരു ബേസ് യൂണിറ്റും കാണും. അപ്പൊ പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആ യൂണിറ്റിന് മുൻപ് എഴുതുന്നത് അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ആ യൂണിറ്റിനെയാണ് നമ്മൾ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കുറച്ചൊരു എസ് ഐ യൂണിറ്റ്സിന്റെ ജസ്റ്റ് ഒരു ഇത് കാണാം അല്ലെ. മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. മാസ് ഈസ് നമ്മൾ യൂണിറ്റ് പറയുന്ന മാസിന് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് കിലോഗ്രാം ആണ്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഓരോ MCQ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ദ ബേസിക് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മാസ് ഈസ് എന്നുള്ളത് ചോദിക്കാം അല്ലെ. അപ്പോൾ ഈ യൂണിറ്റും ബേസിക് ആയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി ബേസിക് ആയിട്ടുള്ള എസ് ഐ യൂണിറ്റ് ഏതാണ് അത് ക്വാണ്ടിറ്റി അത് അതേപോലെ പഠിച്ചു വെക്കാം. അപ്പൊ മാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഗ്രാം ആണോ കിലോഗ്രാം ആണോ? അപ്പൊ ഗ്രാമും ക്വസ്റ്റ്യൻ ഇതിൽ കാണും, ഒബ്ജക്റ്റീവില് ഗ്രാമും ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് മാറിപ്പോകരുത്. മാസ് എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്. ടൈം ആണെങ്കിൽ സെക്കൻഡിലാണ്. ഇലക്ട്രിക് കറന്റ് ആംപിയറിലാണ്. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് എസ് ഐ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു യൂണിറ്റ് ഫുൾ കവർ ചെയ്യണം. ഇപ്പൊ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇലക്ട്രിക് കറണ്ട് ചില മെഷർമെന്റ് എടുക്കാൻ കറണ്ടിന്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഔട്ട് ഓഫ് ദ സിലബസ് എന്ന് പറയാനും പറ്റില്ല. നമുക്ക് ഇലക്ട്രിക് കറണ്ട് ആയാലും എന്താണെങ്കിലും നമ്മൾ ആ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. ആംപിയർ ആണ് ഇലക്ട്രിക് കറണ്ട്. ടെമ്പറേച്ചർ കെൽവിൻ ആണ്. ടെമ്പറേച്ചറിന് സ്റ്റാൻഡേർഡ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. അപ്പൊ അതർ യൂണിറ്റ്സ് ഉണ്ട്. വെറുതെ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫാരൻഹീറ്റ് പറയാം, സെൽഷ്യസ് പറയാം, എല്ലാം പറയാം. ഇനി മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് അല്ലെ എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് മോളിലാണ്. മോൾ
ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ 7 ബേസ് എസ് ഐ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ബേസ് എസ് ഐ യൂണിറ്റ്സ് ഉണ്ട് എന്ന് ചിലപ്പോൾ ചോദിക്കാം. 7 നമ്പർ 7 ആണ് നമ്പർ ഓഫ് ബേസ് എസ് ഐ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡെറിവേഷൻ ഓഫ് ബേസ് എസ് ഐ യൂണിറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബേസ് ആയിട്ടുള്ള എസ് ഐ യൂണിറ്റ് വന്നത്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മീറ്റർ എന്നുള്ളത്, നമുക്ക് മീറ്റർ അറിയാം. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് അറിയാം, അല്ലെ? നമുക്കിപ്പോ ഒരു സ്കെയിലിന്റെ അളവ് എന്ന് പറയുന്നത് ഒരു 15 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ 1 സെന്റിമീറ്റർ എന്നുള്ള ആ ഒരു തിക്നെസ് എങ്ങനെയാണ് വന്നത് അത് നമുക്കറിയണം, അല്ലെ? അപ്പം ഇത് ഈ പറഞ്ഞതുപോലെ 17-ാം നൂറ്റാണ്ടിന് മുൻപ് ഇങ്ങനെ ഒരു യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത് സയന്റിസ്റ്റ് എല്ലാം കൂടെ യൂണിഫൈഡ് ആയിട്ടൊരു സിസ്റ്റം കൊണ്ടുവന്നു. അപ്പൊ ആ സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കണം 1 മീറ്ററിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇക്വേറ്റർ ടു നോർത്ത് പോൾ. അതായത് ഇക്വേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എക്സാക്ട്ലി സ്ഫെറിക്കൽ അല്ല. അതായത് ഒരു ജിയോയിഡ് ഷേപ്പ് ആണ്. അതിന് പോൾസും ഉണ്ട്, അതേപോലെ തന്നെ ഇക്വേറ്ററും ഉണ്ട്. അപ്പൊ ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്കുള്ള ആ ഒരു ലെങ്ത്, നോർത്ത് പോളിലേക്കുള്ള അത്രയും ലെങ്തിന്റെ 1/10 മില്യന്തിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും എത്രയാണോ ആ ഒരു തിക്നെസ് എത്രയാണോ അതിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. അതായത് 1/10 മില്യൻത് ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇക്വേറ്റർ ടു നോർത്ത് പോൾ. ഇനി കിലോഗ്രാം എന്നുള്ള ആ ഒരു യൂണിറ്റ് എങ്ങനെയാണ് വന്നത്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1 ലിറ്റർ വാട്ടറിന്റെ വെയിറ്റിനെയാണ്. 1 ലിറ്റർ എന്ന് പറയാൻ നമുക്കറിയാം, ഒരു ബോട്ടിൽ, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബോട്ടിൽ എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. അപ്പോൾ ആ 1 ലിറ്ററിൽ നമ്മൾ വെള്ളം നിറച്ചിട്ട് അത് നമ്മൾ വെയിങ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ്, ആ ഒരു നമ്പറാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റും വന്നതിന് അതിൻ്റെതായിട്ടുള്ള സിറ്റുവേഷനും അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇനി യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് നോക്കാം. ഈ യെല്ലോ കുറച്ച് കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? മെഷർമെന്റിൽ നമുക്ക് നമ്പറും യൂണിറ്റും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിനൊരു മാഗ്നിറ്റ്യൂഡ് കാണും, അല്ലെ? മാഗ്നിറ്റ്യൂഡും കാണും, അതേപോലെ തന്നെ അതിന്റെ യൂണിറ്റും കാണും. ഈ നമ്പറാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡെപ്പിക്ട് ചെയ്യുന്നത്. ഗ്രാം യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ്. മാസ് എന്ന് പറയുന്നതാണ് അതിന്റെ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഇനി കുറച്ച് പ്രിഫിക്സ്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. MCQ അപ്രോച്ച് നമുക്ക് എന്താ ഈ പ്രിഫിക്സസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. ജിഗ എന്താണ്, മെഗ എന്താണ്, കിലോ എന്താണെന്നുള്ളത്. അപ്പൊ ഇതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ജിഗ 10⁹9 ബില്യൺ ആണ്. 10⁹9 ആണ്, ബില്യൺ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. മെഗാ 10⁶, which is called മില്യൺ. 10⁶ മില്യൺ. അതേപോലെ തന്നെ കിലോ എന്ന് പറയുന്നത് 10⁻³ അല്ലെങ്കിൽ 1000 ആണ്. 1000 എന്ന് നമ്മൾ 1000 നമ്മൾ പറയില്ല, അതിന് 10⁻³ 10⁻³ എന്ന് പറയുമ്പോൾ എന്താണ്? 10 × 10 × 10, അതായത് 1000. അതിനെയാണ് നമ്മൾ കിലോ പ്രിഫിക്സ് ഇട്ട് വിളിക്കുന്നത്. കിലോമീറ്റർ, കിലോഗ്രാം, കിലോ ഹെക്ടർ, ഇതൊക്കെ നമ്മൾ എന്താണ് കിലോയിലാണ് പറയുന്നത്. ഇനി ഹെക്ടോ എന്ന് പറയുന്നത് 10⁻² ആണ്, വിച്ച് ഈസ് 100. ഇതിന്റെ ആ സ്മോൾ എന്താ ഒരു ലെറ്റേഴ്സും കൂടെ പഠിച്ചു വെക്കുക. അതിന്റെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലിറ്റർ ക്യാപിറ്റൽ G ആണ് ജിഗ, മെഗാ ക്യാപിറ്റൽ M ആണ്. അതേപോലെ തന്നെ ഈ മെഗായും അതേപോലെ തന്നെ മില്ലി, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഒക്കെ വരും. ഇപ്പം മില്ലിക്ക് വരെ ഒരു മെഗായൊക്കെ തന്നിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കും. അപ്പോൾ വലിയ M ആയിട്ട് നമ്മൾ പറയുന്ന മെഗായാണ്, 10⁶ ആണ്, വിച്ച് ഇസ് കോൾഡ് മില്യൺ. ഹെക്ടോ 10⁻² 100 ആണ്. ഡെക്ക എന്ന് പറയുന്നത് 10 അല്ലെ 10⁻1, വിച്ച് ഇസ് ബേസ് യൂണിറ്റ്. ഇനി ഡെസി നോക്കാം. ഡെസിയും ഡെക്കായും കൂടെ കൺഫ്യൂസ് ആവരുത്. ഡെക്ക എന്ന് പറയുമ്പോൾ 10⁻1 ആണ്. ഡെസി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെസി ഐ എന്ന് പറയുന്നത് നമുക്ക് എന്താ, ഒരു മൈനസ് അല്ലെ? ഐ എന്ന് പറയുന്ന ഒരു വരയല്ലേ? വര വരുമ്പോൾ അവിടെ മൈനസ് ഓർത്ത് വയ്ക്കുക. ഡെസി 10⁻1 ആണ്, വിച്ച് ഈസ് കോൾഡ് 10th. സെന്റി 10⁻² 100. അപ്പോൾ ഈ 10⁻²ഉം +2ഉം കൂടെ ആണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഹെക്ടോ എന്ന് പറയുന്നത് 10⁻2 അല്ലെ 10⁻2. സെന്റി വരുമ്പോഴത്തേക്കിനും 10⁻². ഇത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്.
അപ്പൊ 100 സെന്റിമീറ്ററുകൾ ചേർന്നതാണ് 1 മീറ്റർ എങ്കിൽ 1 മീറ്ററിനെ നമുക്ക് 10⁻² എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റി എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് -2 ആണെന്നുള്ളത് ഓർക്കുക. അപ്പൊ മറ്റേത് ഹെക്ടോ ആയിരിക്കും. ഇനി മില്ലിയും കിലോയും കൂടെ അത് മാറിപ്പോവാൻ സാധ്യതയില്ല. കാരണം കിലോ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വലിയൊരു കിലോഗ്രാം അല്ലെ കിലോ 10 കിലോ 5 കിലോ എന്നൊക്കെ വലിയ മെഷർമെന്റ് എടുക്കാനാണ് നമ്മൾ പറയുന്നത്. മില്ലി എന്ന് പറയുന്നത് വളരെ ചെറുത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് 10⁻³ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഇനി മൈക്രോ ഈസ് 10⁻⁶. അത് എല്ലാവർക്കും അറിയാം. നമ്മൾ മിക്ക മൈക്രോ ഓർഗാനിസത്തിനെ പഠിക്കുന്നതും ഈ ഒരു മൈക്രോമീറ്റേഴ്സിലാണ്. ഇറ്റ് ഈസ് മൈക്രോ എന്ന് പറയുന്നത് 10⁻⁶ ആണ്. ഇനി നാനോ എന്ന് പറയുന്നത് 10⁻⁹ ആണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾക്ക് പരിചയമല്ലാത്തത് ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ, കോമൺ അല്ലാത്തതായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പ്രിഫിക്സും ബേസ് യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ യൂണിറ്റ്സ് കിട്ടുന്നത് അല്ലെ? ഡെസിഗ്രാം, ഡെസി എന്നുള്ളത് നമ്മൾ പറഞ്ഞു 10⁻⁻1 ആണ്. ഡെസിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻1 ഗ്രാം. കിലോമീറ്റർ, ഒരു മീറ്റർ, പിന്നെ അതിന്റെ കൂടെ പ്രിഫിക്സ് ആയിട്ട് വന്നത് കിലോ ആണ്. 10⁻³ മീറ്റർ ആണ് കിലോമീറ്റർ. മില്ലി സെക്കൻഡ്. ഓക്കെ, മില്ലി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10⁻⁻³ ആണ്. അപ്പൊ 10⁻⁻³ സെക്കൻഡിനെയാണ് മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിറ്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ബേസ് യൂണിറ്റിലേക്ക്, മില്ലി സെക്കൻഡ് ആണെങ്കിൽ അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് അപ്പോൾ തന്നെ അവിടെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ഉത്തരം എടുക്കുമ്പോൾ, ഇപ്പം ഒരു ഒബ്ജക്റ്റീവ് എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ സമയം കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് മേ ബി ചോദിക്കാം. എസ്എ യൂണിറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിന് ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം, ജസ്റ്റ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്വാണ്ടിറ്റീസ്, മാസ്, വോളിയം, ഡെൻസിറ്റി, ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ മോൾസ്, വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ ചെയ്യുക? ആ ഒരു യൂണിറ്റിന് നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു ടേംസിലേക്ക്, ഇപ്പൊ കിലോ ആണ് 10⁻³ ആണെന്നുള്ളത് മുകളിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ എഴുതി വെച്ച് പോയാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസറിൽ ഒരു കാൽക്കുലേഷന്റെ ഭാഗത്തിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു യൂണിറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് പ്രിഫിക്സ് ആയിരിക്കണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബേസ് യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യുക. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിഫിക്സ് ആണെങ്കിലും ബേസ് യൂണിറ്റ് ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് പ്രിഫിക്സ് നോക്കിയതിന് ശേഷം ബേസ് യൂണിറ്റിനെ മാറ്റുക. ബേസ് യൂണിറ്റിനെ മാറ്റി നമുക്ക് എന്താണോ നമുക്കറിയാവുന്ന ആ ഒരു ഇക്വേഷൻ, ഇപ്പോൾ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ് എന്നുള്ളത്. അപ്പോൾ മാസിന്റെ ഗ്രാമും അതേപോലെ തന്നെ ഡെൻസിറ്റി എന്ന് പറയുന്ന മാസ് ബൈ, വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മാസ് ബൈ m³, ഗ്രാം ബൈ m³ എന്നുള്ളത് നിങ്ങൾ അപ്പോൾ തന്നെ ആ ഒരു യൂണിറ്റ് ഫസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ പറയാം. 10 മില്ലിഗ്രാംസ് എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? അതിനെ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് 10 മില്ലിഗ്രാം. അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് ആക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഗ്രാം ഡിവൈഡഡ് ബൈ 1000 മില്ലിഗ്രാം എന്നുള്ളത് അങ്ങനെ നമ്മൾ എഴുതി. ഓക്കെ, മില്ലിഗ്രാം എന്ന് പറയുന്നത് നമുക്കറിയാം 10⁻⁻³ ആണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ 10⁻⁻³ ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്തു? 10⁻⁴ ബൈ 1000 അല്ലെ 10⁻⁻³ എന്നുള്ള ആ ഒരു ഫോർമുലയിൽ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു മില്ലിഗ്രാംസിനെ അതിന്ന് കട്ട് ചെയ്തു. അത് ആ ഒരു ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മില്ലിഗ്രാംസ് 2 കോമൺ വന്നത് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഡയറക്റ്റ് നമ്മൾ ജസ്റ്റ് എന്ത് എഴുതി? 1 ഗ്രാം ഡിവൈഡഡ് ബൈ 1000 മില്ലിഗ്രാംസ് അങ്ങനെ എഴുതിയതിനു ശേഷം മില്ലിഗ്രാംസ് കട്ട് ചെയ്തു. ഇതൊരു മെത്തേഡാണ്. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് അത് ഫോളോ ചെയ്യുക. പക്ഷെ ഫൈനലി ആൻസർ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഈ മില്ലിഗ്രാമിനെ ഫസ്റ്റ് 10⁻⁻³ എന്ന് എഴുതിയതിനു ശേഷം ഡയറക്റ്റ് എക്സ്പോണൻസ് വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ എങ്ങനെയാണെങ്കിലും എത്രയാണ്? 10⁻⁻² ഗ്രാം എന്ന് കിട്ടണം. ഈ 10 മില്ലിഗ്രാംസ് എന്ന് പറയുന്നത് 1 മില്ലിഗ്രാം 10⁻⁻³ ഗ്രാംസ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻറ്റു 10 വരുമ്പോൾ എത്രയാണ്? ആ ഒരു ഡെസിമൽ പോയിന്റ് എന്ത് പറ്റും? റൈറ്റിലേക്ക് വരും. അങ്ങനെ 10⁻⁻² എന്നുള്ള ആൻസർ ആയിട്ട് കിട്ടും. ഫൈനലി നമുക്ക് 10⁻⁻²നെ നമുക്ക് ആ ഒരു യൂണിറ്റിലേക്ക് പറയണം അല്ലെ? ഇൻറ്റു 1 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 1000 ഗ്രാം. ഓക്കെ, ഇത് പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡാണ്.
ഓക്കെ, അതിനെ കിലോഗ്രാമിലേക്ക് നമ്മൾ ആക്കുകയാണ്. കിലോഗ്രാം ആക്കുന്ന സമയത്ത് 10 എത്ര പ്ലേസ് ആണ്? 1 2 3 4 5 അല്ലേ? -5 kilograms ആയിട്ടാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, ഇനി SI ബേസ് യൂണിറ്റ്. ഇപ്പൊ SI ബേസ് നമ്മൾ പറഞ്ഞ 7 യൂണിറ്റിന്റെ സിമ്പിൾസ് ലെങ്ത് മീറ്റർ ആണ്, എം എന്നാണ്. ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചിലപ്പോൾ ചിലതിന്റെ ഇപ്പം ടെമ്പറേച്ചർ സ്മോൾ കെ ആണോ ക്യാപിറ്റൽ കെ ആണോ എന്നൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. കെൽവിൻ ക്യാപിറ്റൽ കെ ആണ്. അതേപോലെ തന്നെ കിലോഗ്രാം ആണെങ്കിൽ സ്മോൾ kg ആണ്. ടൈം സെക്കൻഡ്. അതേപോലെ തന്നെ കറന്റ് ആംബിയർ ക്യാപിറ്റൽ A ആണ്. മോളിന്റെ ഡെപ്പിക്ഷൻ വരുന്നത് MOL, സ്മോൾ ലെറ്ററിൽ മോൾ എന്നാണ് നമ്മൾ പറയുന്നത്. ലൂമിനസ് ഇന്റൻസിറ്റി ക്യാൻഡില മെഷേർഡ് ഇൻ CD എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ ഒരു സിമ്പലും ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ എന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഈ ഒരു ടോപ്പിക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ക്യാപിറ്റലും സ്മോളും ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഇനി ലെങ്തിനെ നമ്മൾ പല രീതിയിൽ, അതായത് ലെങ്തിന് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്. അത് കൂടാതെ മീറ്റർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൂടാതെയുള്ള യൂണിറ്റ്സ് ഉണ്ട് അല്ലെ? കിലോമീറ്റർ, ഡെസിമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. അപ്പൊ ഇതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോ നോക്കിയതാണ്. 10⁻⁻1 ഡെസി, സെന്റി ആയാലും നമ്മൾ നോക്കി, മില്ലി. ഇപ്പൊ അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? മീറ്റർ സൈഡിൽ കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടും. ഇനി വോളിയം, ക്യൂബിക് മീറ്റർ, മീറ്റർ ക്യൂബ്. വോളിയം എന്ന് പറയുന്നത് നമ്മൾ 3 ഡയമെൻഷൻസ് ചേർത്തെടുക്കുന്നതാണ്. ലെങ്ത് വരും, ബ്രെഡ്ത്ത് വരും, ഹൈറ്റ് വരും. ഇത് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയാനായിട്ട് പറ്റും വോളിയം. അപ്പൊ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, 1 മീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ എവിടെ നിന്നാണ് വന്നത്? ലെങ്ത് എന്നാണ് വന്നത്. നെക്സ്റ്റ് ബ്രെഡ്ത്ത് എന്ന് വന്നു. മൂന്നാമത്തത് ഹൈറ്റ് എന്ന് വന്നു. അങ്ങനെ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ ചെയ്തപ്പോൾ മീറ്റർ ക്യൂബ് ആയി. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വോളിയം കിട്ടിയത്. അപ്പൊ അതിൽ 1 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഇക്വൽ ടു 0.00001 മീറ്റർ ക്യൂബ്. ഇത് ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ള ആ ഒരു ഡയമെൻഷൻ ആണ് ഇവിടെ പറയുന്നത്. ലിറ്ററിലേക്ക് വരുമ്പോൾ ഇതാണ് ഇമ്പോർട്ടന്റ്. ലിറ്റർ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്റർ എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ ക്യൂബ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 1 ലിറ്റർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ 10⁻³ മീറ്റർ ക്യൂബ് ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. ഓക്കെ, 1 മില്ലിമീറ്റർ, മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ക്യൂബ്. ഈ രണ്ടാമത്തേത്, അതായത് രണ്ടാമത്തെ മൂന്നാമത്തേത് നിങ്ങൾ ലിറ്റർ എന്നുള്ളതും മില്ലി ലിറ്റർ എന്നുള്ളതും അതിന്റെ രണ്ടും സെന്റിമീറ്റർ ആൻഡ് മീറ്റർ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി മാസിനെ നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് പറയുന്നത് കിലോഗ്രാം ആണ്. ഇനി അതിനെ ഗ്രാമിലേക്ക് ആക്കിയാലോ? 10⁻³ കിലോഗ്രാം ആയിട്ട് നമുക്ക് പറയാം. ഇനി മില്ലിഗ്രാം 10⁻⁻6 വരും അല്ലെ? -6 കിലോഗ്രാം എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതിനെയൊക്കെ കിലോഗ്രാം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ എങ്ങനെയാണ് പറയുന്നതെന്നാണ് നമ്മൾ കാണുന്നത്. ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഈസ് കെൽവിൻ. ഇനി സെൽഷ്യസിലേക്ക് പറയുകയാണെങ്കിലോ അതിനെ 0°C ആണ് നമ്മുടെ 273 കെൽവിൻ എന്ന് പറയുന്നത്. അതായത് 273 ആഡ് ചെയ്താൽ നമുക്ക് അതിനെ കെൽവിൻ ആണെന്ന് പറയാം. ഓക്കെ. ഇപ്പൊ 100 ആണെന്നുണ്ടെങ്കിലോ 100 + 273 ആഡ് ചെയ്യുമ്പോൾ 373 ആണ് കിട്ടുന്നത്. അങ്ങനെ 373 കെൽവിൻ എന്നുള്ളത് വരും. 100°C. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ചിലപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചോദിക്കാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ കെൽവിൻ ഈസ്. അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസെപ്ച്വൽ കാര്യവും ഈ SI യൂണിറ്റൂടെ മിക്സ് ചെയ്തിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. ഇനി മെട്രിക് പ്രിഫിക്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലെ? പ്രിഫിക്സും ബേസ് യൂണിറ്റും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? പൈക്കോ എന്ന് പറയുന്നത് 10⁻12 ആണ്. ഓക്കെ, പൈക്കോ ഈസ് 10⁻12. സ്മോൾ പിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ക്വാണ്ടിറ്റീസ് ജസ്റ്റ് ഒന്ന് നോക്കാം. മാസ് മെഷേഴ്സ് ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന്റെ ക്വാണ്ടിറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള 7 ബേസ് യൂണിറ്റിന്റെ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് മാസ്. കിലോഗ്രാമിലാണ് നമ്മൾ പറയുന്നത്. 1 kg ഈസ് 1000 ഗ്രാം. ഇത് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മാറ്ററിനെയാണ് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇത് ഗ്രാവിറ്റേഷണൽ പുൾ അനുസരിച്ച് പുള്ളുള്ള എല്ലാ ഒബ്ജക്റ്റിനും
ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ ബോഡി അല്ലെങ്കിൽ എല്ലാ ബോഡിയും നമ്മുടെ ഈ ഫിസിക്കൽ ബോഡീസ് എല്ലാം തന്നെ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് താഴോട്ട് പോകുന്നുണ്ടല്ലേ. അതായത് നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുസരിച്ചിട്ട് അതിനൊരു ഡൗൺവേർഡ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് പോകുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത്. നമ്മൾ മുകളിലേക്ക് ചാടുമ്പോൾ താഴേക്ക് വരുന്നു. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ ഫിസിക്കൽ ബോഡീസിനുമുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് മാസ് എന്ന് പറയുന്നത്. ലെങ്ത് വിച്ച് ഈസ് മെഷേർഡ് ഇൻ SI യൂണിറ്റ്, മീറ്റർ, കിലോമീറ്റർ വിച്ച് ഈസ് 1000 മീറ്റർ, ഷോർട്ടർ ഡിസ്റ്റൻസ് സെന്റിമീറ്ററിലാണ് നമ്മൾ പറയുന്നത് 100 സെന്റിമീറ്റർ, 1 മീറ്റർ എന്ന് പറയുന്നത്. ഇനി വോളിയം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സ്പേസ് ആൻ ഒബ്ജക്ട് ഒക്യുപ്പൈസ്. ഈ യെല്ലോയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കാണാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ. വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ആൻ ഒബ്ജക്ട് ഒക്യുപ്പൈസ്. ഒരു ഒബ്ജക്റ്റിന് വേണ്ടുന്ന അത്രയും സ്ഥലം അല്ലെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി ആണ് അതിനുള്ളത് എന്നുള്ളതാണ്. ഒരു ബക്കറ്റിന് നമ്മൾ വെള്ളം എടുക്കുന്നെങ്കിൽ ആ ഒരു ബക്കറ്റിന് എത്ര കപ്പാസിറ്റി ഉണ്ട്? 10 ലിറ്റർ ആണോ 20 ലിറ്റർ ആണോ എന്നുള്ളതാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് എത്രത്തോളം സ്പേസ് നമ്മളൊരു പ്ലെയിനിൽ വെക്കുമ്പോൾ അതിന് എത്രത്തോളം സ്പേസ് ഒക്യുപ്പൻസ് വേണം, ഇതാണ് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പോലെ തന്നിട്ട് ഇത് ഏത് ക്വാണ്ടിറ്റി ആണ്, ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. SI യൂണിറ്റ് ഈസ് മീറ്റർ ക്യൂബ്. ഓക്കെ, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു പോർഷൻ നിങ്ങൾ ഒത്തിരി ബേസിക്സ് എന്ന് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കാണാപ്പാടം പിടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ബേസിക്സ് ആണ്, വെറും ബേസിക്സ് ആണ് ഈ ഒരു പോർഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. അല്ലാതെ ഇതിൽ അങ്ങനെ ഡെപ്തിൽ ചോദിക്കാൻ മാത്രമുള്ളൊന്നും ക്വസ്റ്റ്യൻ ഒന്നും വരാൻ സാധ്യതയില്ല. 1 ലിറ്റർ 1 DM³ ആണ്, 1000 മില്ലി ആണ്. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സ്, അതായത് നമ്മൾ ഈ പറഞ്ഞതിൽ പലതും ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞു വോളിയം എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മീറ്ററിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്ത ഒരു ക്വാണ്ടിറ്റി ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ക്യൂബോ സ്ക്വയറോ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ എന്തെങ്കിലും ക്വാണ്ടിറ്റിയോ. അപ്പം ഇതിനെയെല്ലാം നമ്മളൊരു ഇക്വേഷനിലൊരു അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പല ബേസ് യൂണിറ്റ്സിനെയും തമ്മിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്ത് കിട്ടുന്ന ആ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റിനെയാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏരിയ, വോളിയം, ഡെൻസിറ്റി. ഏരിയ എന്ന് പറയുന്നത് സ്ക്വയർ മീറ്റർ ആണ്, ലെങ്ത് ഇൻറ്റു വിഡ്ത്. വോളിയം എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റർ അല്ലെ, നമ്മൾ പറഞ്ഞു ലെങ്ത് ഇൻറ്റു വിഡ്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഡെൻസിറ്റി ഈസ് കിലോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മാസ് ബൈ വോളിയം എന്ന് പറയാം. ഇനി മോളാർ മാസ് ആൻഡ് മോളാർ വോളിയം. മോളാർ മാസ് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ മോൾ ആണ്, kg പെർ മോൾ. മാസ് ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റെയർ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇത് റെയർ അല്ല പക്ഷെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണാത്ത ഇക്വേഷൻസ് വരുമ്പോൾ നിങ്ങൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുക. മോളാർ വോളിയം എന്ന് പറയുന്നത് വോളിയം ഡിവൈഡഡ് ബൈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എനർജി ജൂളിലാണ്, അത് ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത്, ജൂൾ. ഇനി നൊട്ടേഷൻസ്. ഓക്കെ, നമ്മളിപ്പോ ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോം ആണ് നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻ അല്ലെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമ്മൾ എഴുതുന്നത് അല്ലെ. അപ്പോൾ ഒരു നമ്പറിനെ, ഏത് നമ്പറിനെ നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫോമിൽ പറയാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ n എന്നുള്ള ഒരു സംഖ്യ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ n എന്നുള്ള ഒരു സംഖ്യ, അതായത് 39 എന്നുള്ളതായിക്കോട്ടെ. അപ്പൊ 39 എന്നൊരു സംഖ്യയുണ്ട്. അപ്പം എന്തും ആയിക്കോട്ടെ, വോളിയം ആയിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, നമ്മൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ ഈ 39നെ നമ്മൾ എപ്പോഴും എഴുതേണ്ടത് സയന്റിഫിക് നൊട്ടേഷൻ ടേംസിൽ 3.9 ഇൻറ്റു 10⁻⁻⁴. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ബിക്കോസ് ഈ ഒരു ഫോം, അതായത് സയന്റിഫിക് നൊട്ടേഷന്റെ അതിൽ പറയുന്നത് നമ്മൾ ഏതൊരു സംഖ്യ ആണെങ്കിലും അതിനെ എഴുതേണ്ടത് വിച്ച് ഇസ് ഇൻ ദ ഫോം ഓഫ് n ഇൻറ്റു 10⁻n എന്നായിരിക്കണം. വേറാസ് n ഷുഡ് ഓൺലി ഹാവ് 1 പ്ലേസ് അല്ലെ, 1 ഡെസിമൽ പ്ലേസ് മാത്രമായിരിക്കണം ആ ഒരു n എന്ന് പറഞ്ഞ സംഖ്യക്ക് ഉണ്ടാവാൻ പാടുള്ളത്. അപ്പൊ 39 നമ്മൾ എടുക്കുവാണെങ്കിൽ അതിന് 39, ഇതിന് 10th പ്ലേസ് ഉണ്ടല്ലേ, 1th പ്ലേസ് ഉണ്ട്, 10th പ്ലേസും ഉണ്ട്. അപ്പൊ അങ്ങനെ പാടില്ല, ഇത് തെറ്റാണ്. അപ്പൊ സയന്റിഫിക് നൊട്ടേഷന്റെ അതിൽ നമ്മൾ പറയുന്നത്
സയന്റിഫിക് നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു നമ്പറിനെ ആയിക്കോട്ടെ അതിനെ അതിന്റെ സയന്റിഫിക് ടേംസിലെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. അപ്പോ ഇനി ലെസ് ദാൻ ആയിക്കോട്ടെ, ഇപ്പം 0.39 എന്നായിക്കോട്ടെ. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ബിഗർ ദാൻ 1 ആണെങ്കിൽ വൺസ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലെഫ്റ്റിലോട്ട് ഒരു പോയിന്റ് കൊണ്ടുപോയി അല്ലെ. 339 നമ്മൾ ലെഫ്റ്റിലേക്ക്, റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് നമ്മളൊരു പോയിന്റ് എടുത്തിട്ടാണ് ഇവിടെ 10⁻1 കൊണ്ട് ഇൻറ്റു ചെയ്തത്. ഇനി 0.39 എന്നായിക്കോട്ടെ, പ്ലേസ് ഈസ് ലെസ് ദാൻ 1. ഹാഷ് എന്ന് പറയുന്നത്, ഹാഷ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോയിന്റിന് മുമ്പ് എത്ര പ്ലേസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ പോയിന്റ് മുമ്പ് 0 ആണ്, അപ്പൊ ഇവിടെ വാല്യൂ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ റൈറ്റിലേക്ക്, അതായത് 3.9 ഇൻറ്റു 10⁻⁻1 ഇങ്ങനെ ഒരു ടേംസിലേക്ക് നമ്മൾ ആക്കുകയാണ്. അപ്പോൾ ഏത് നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ അതിനെ ഈ ഒരു സയന്റിഫിക് ടേംസിൽ എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അതല്ല, ഇനി ഒരു സംഖ്യ സിമ്പിൾ ആയിട്ട് കാണിച്ചിട്ട് നിങ്ങളോട് സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇതിനെയൊക്കെ സയന്റിഫിക് നൊട്ടേഷനിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, സയന്റിഫിക് നൊട്ടേഷൻ 32,700. അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? അതിനെ 4 പ്ലേസസ് അല്ലെ, 4 പ്ലേസസ് സൈഡിലേക്ക് മാറ്റാം. 3.27 ഇൻറ്റു 10⁻4 വരും അല്ലെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, ഇതില് 0.000341 എന്നാണ് വരുന്നത്. അപ്പോ നമ്മൾ എത്ര പ്ലേസ് മാറ്റി? 3.142 ആക്കണം. ഓക്കെ, 1 പ്ലേസ് മാത്രമേ പാടുള്ളൂ. എൻ എന്ന് പറയുന്നത് n ആണ്, n ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 1 പ്ലേസ് മാത്രമാണ്. അപ്പൊ എത്ര പ്ലേസ് ആണ് നമ്മൾ മാറ്റിയത്? 1 2 3 4 പ്ലേസ് ആണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. 10⁻⁻4 ആണ് അല്ലെ, -4. ബാക്കി രണ്ടും കറക്റ്റ് ആണ് അല്ലെ. 3.901 ഇൻറ്റു 10⁻⁻6, 4.755 ഇൻറ്റു 10⁻8. അതിനെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് n ഇൻറ്റു 10⁻n ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് വഴി നിങ്ങൾക്ക് എന്താണെന്നുള്ളത് പറയാം. നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഒരു സംഖ്യ തന്നിട്ട് ആ ഒരു സംഖ്യയിൽ എത്രത്തോളം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ബേസിക് 11th ഫിസിക്സിന്റെ അകത്ത് ഇതൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം SI യൂണിറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ 2 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളുടെ ആൻസർ, അല്ലെങ്കിൽ ആ 2 സംഖ്യകളുടെ അഡീഷനോ സബ്ട്രാക്ഷനോ ഡിവിഷനോ എന്തും ആയിക്കോട്ടെ, അതിന്റെ ആൻസർ വരുന്നത് ഈ ഒരു 2 or 3 സംഖ്യകളുടെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് സംഖ്യ ആയിക്കോട്ടെ, ഇപ്പം 2 into 4 അല്ലെങ്കിൽ 12 into 1, ഏത് സംഖ്യ ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, കിട്ടുന്ന ആൻസറിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഈ 2 സംഖ്യകൾക്ക് സെപ്പറേറ്റ് ഉണ്ടാകുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ ഏതിനാണോ ചെറിയ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നത് അതിൽ കൂടാനായിട്ട് പാടില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻസ് വരുന്നത്? ഒരു ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തെറ്റിയോ ഇല്ലയോ, ഇപ്പൊ ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ നമുക്ക് കിട്ടുമ്പോൾ അത് ശരിയാണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? നമുക്ക് ആ ഒരു പെട്ടെന്ന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടെന്ന് എണ്ണുക. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എണ്ണുന്നത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സംഖ്യയുടെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് നോക്കി കഴിയുമ്പോൾ നമ്മൾ 2 സംഖ്യ സെപ്പറേറ്റ് എടുത്ത് അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കുന്നു. അപ്പൊ 2 ആണ് കിട്ടിയത് മിനിമം. അപ്പൊ 2 ആണ് നമ്മുടെ ഫൈനൽ ആൻസറിന്റേതെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. അതേസമയം 3 ആണെങ്കിലോ നമ്മുടെ ആൻസർ തെറ്റിപ്പോയി. 2വിനെക്കാട്ടിലും കൂടിയ ഒരു ആൻസർ നമുക്ക് കിട്ടാനായിട്ട് പാടില്ല, നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നമുക്ക് വരാനായിട്ട് പാടില്ല. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കുന്നതിന്റെ ഒരു ടെക്നിക്കൽ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓർക്കുക, PA എന്നുള്ള ആ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. പസഫിക് ആൻഡ് അറ്റ്ലാന്റിക്, ഓക്കെ, പസഫിക് ഒഷ്യൻ അറ്റ്ലാന്റിക് ഒഷ്യൻ, അതിന്റെ ഒരു മാപ്പിലെ പ്ലേസ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. PA അത് മറന്നു പോകരുത്. P എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് എന്നുള്ള ആ ഒരു ആരോ ഓർക്കുക. അതേപോലെ തന്നെ A എന്ന് പറയുമ്പോൾ അറ്റ്ലാന്റിക് ഒഷ്യന്റെ ഒരു ലെഫ്റ്റ് പോർഷൻ, ലെഫ്റ്റിലേക്കാണ് ഒരു സൈൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്.
അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡെസിമൽ പോയിന്റ്, ഒരു സംഖ്യയുടെ ഡെസിമൽ പോയിന്റ് പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഖ്യ നമുക്ക് തന്നിരിക്കുന്ന ഒരു സംഖ്യ, ഇപ്പൊ 3.9 എന്ന് ഞാൻ പറഞ്ഞു, അപ്പൊ അതൊരു ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു സംഖ്യയാണ്. ആ സംഖ്യ അല്ലെങ്കിൽ ഏതൊരു സംഖ്യ ആയിക്കോട്ടെ, ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ടി സൈഡിൽ നിന്ന് അതിന്റെ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിൽ നിന്നും തുടങ്ങി അവസാനം വരെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എണ്ണിയാൽ ആ കിട്ടുന്ന ആൻസർ ആണ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഓൾറെഡി വരുന്നുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടെ. അപ്പോൾ ഇനി ഡെസിമൽ ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിലോ, ഡെസിമൽ ഇല്ല ഒരു സംഖ്യ, ഫോർ എക്സാമ്പിൾ 2800, ഒരു സംഖ്യയാണ്, സിമ്പിൾ ആയിട്ട് ഒരു സംഖ്യയാണ്, ഡെസിമൽ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സംഖ്യ ആണെങ്കിലോ, നമ്മൾ അറ്റ്ലാന്റിക് ക്വസ്റ്റ്യൻ അല്ലെ എ എന്നുള്ള കോഡാണ് ഓർത്ത് വെക്കേണ്ടത്. എ എന്നുള്ളത് നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അറ്റ്ലാന്റിക് ക്വസ്റ്റ്യന്റെ ആ ഒരു ഡയറക്ഷൻ ഓർത്ത് വെക്കുക, ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോ നമ്പർ ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് എ കോഡ് ഓർക്കുക. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ആരോ പോകുന്നു, അതായത് ഏറ്റവും റൈറ്റിൽ നിന്നും നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ് എണ്ണി ലാസ്റ്റ് വരെ, അവസാനം വരെ എപ്പോഴാണോ തീരുന്നത് അവിടെ വരെ നിർത്തുക. അതാണ് എണ്ണി 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 കിട്ടുന്ന ആൻസർ ആണ് 1 2 3 എന്ന് കിട്ടുന്ന ആ ഒരു സംഖ്യയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡെസിമൽ പോയിന്റ് പ്രസന്റ് ആയിട്ടുള്ളതിൽ നമുക്ക് നോക്കാം അല്ലെ. അപ്പോ ഇവിടെ 123.006 എന്നാണ്. അപ്പൊ നോൺ സീറോ ഡിജിറ്റ് നമ്മൾ പി അല്ലെ, പി എന്ന് പറയുന്നത് എവിടെയാണ്, റൈറ്റിലേക്കല്ലേ പോയത്, റൈറ്റിലേക്കാണ് പോയത്, പസഫിക് ക്വസ്റ്റ്യൻ റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് 1 2 3 എത്രയായി, 3 നമ്മുടെ ഈ സംഖ്യ. നിങ്ങൾ നോക്കരുത്, ഇതിപ്പോ 786 ആയിക്കോട്ടെ, 1 2 3 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമ്പർ ഓഫ് 3 അല്ല 6, എൻഡ് വരെ എണ്ണണം അല്ലെ, എൻഡ് വരെ എണ്ണണം. 1 2 3 0 0 6. അപ്പം 6 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. എത്രയാണ് ഈ ഒരു സംഖ്യയുടെ 6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് എഴുതിയാൽ മതി. ഇപ്പം എണ്ണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോൺ സീറോ, തുടങ്ങേണ്ടത് നോൺ സീറോ ഡിജിറ്റിൽ നിന്നായിരിക്കണം. 1 എന്ന് പറയുന്നത് സീറോ അല്ലാത്തൊരു ഡിജിറ്റ് അല്ലേ, അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡെസിമൽ ഇല്ലാത്ത ഒരു നമ്പർ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു സംഖ്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് ആണ് നമ്മുടെ കോഡ് വരുന്നത്, ഡെസിമൽ ഇല്ലാത്തതിന്റെ കോഡ് അറ്റ്ലാന്റിക് ആണ്. അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് നമ്മുടെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഏതാണ് ഇവിടെ, ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എന്ന് പറയുന്നത് 4 ആണ്. ബിക്കോസ് ആദ്യത്തെ നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 0 ആണ് 3 എണ്ണം, അത് എണ്ണേണ്ട ആവശ്യമില്ല. നോൺ സീറോ ഡിജിറ്റ് എന്നല്ലേ നമ്മുടെ റൂൾ അനുസരിച്ച് പറയുന്നത്. അപ്പൊ 4 ആണ്, 4 0 2 3 ആണ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഡെസിമൽ ഉള്ളതും ഡെസിമൽ ഇല്ലാത്തതും രണ്ടിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓർത്തു വയ്ക്കാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, രണ്ട് സംഖ്യകളുടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. അതായത് ഈ രണ്ട് സംഖ്യ, നമ്മൾ പറയുന്ന ഈ രണ്ട് സംഖ്യ 60.56 227892, അതിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ നോക്കി, എത്രയാണെന്ന് നോക്കി. 35.25, അതിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണെന്ന് നോക്കി. ഓക്കെ, ഇപ്പൊ ഡെസിമൽ രണ്ടിനും ഉണ്ടല്ലോ, ഡെസിമൽ രണ്ടിനും ഉള്ള സ്ഥിതിക്ക് നമ്മൾ പസഫിക് പി നോക്കി അല്ലെ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നോക്കുമ്പോൾ 60 അത് നമ്മുടെ അത്ര സംഖ്യ ഉണ്ടോ അതാണ് നമ്മുടെ ആൻസർ. 1 2 3 4 5 6 7 8 9 10 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഈ ഫസ്റ്റ് സംഖ്യക്ക് ഉള്ളത്. ഇനി രണ്ടാമത്തെ നോക്കാം, 35.25 ആണെങ്കിലോ ഡെസിമൽ ഉണ്ട്, അതുകൊണ്ട് പി ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നോൺ സീറോ വെച്ച് എണ്ണി 3 5 2 5 1 2 3 4 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പൊ മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏതാണ് ഈ രണ്ട് സംഖ്യയിൽ? 10ഉം 4ഉം ആണ്. 10ഉം 4ലും മിനിമം എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 4 ആണ് മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേഷനിൽ. അപ്പൊ ആൻസറിൽ എന്തായിരിക്കണം? ആൻസറിൽ എപ്പോഴും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണം. അതാണ് ഇതിന്റെ കറക്റ്റ് കാര്യമായിട്ട് വരുന്നത്. ഓക്കെ, യുവർ ആൻസർ കോൺ ഹാവ് മോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ദാൻ ദ നമ്പർ ഇൻ ദ പ്രോബ്ലം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഫസ്റ്റ് ചെയ്തപ്പോ? 2134.890 832 1 2 3 4 5 6 7 8 9 10 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരാൻ പാടുണ്ടോ? ഇല്ല.
4 ആയിരിക്കണം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അതിനെ റൗണ്ട് ഓഫ് ചെയ്ത് 2137 എന്നുള്ള ആ ഒരു 2135 എന്നുള്ള ആ ഒരു ഫോമിൽ, അല്ലെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള ആ ഒരു ഫോമിലേക്ക് മാറ്റി. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അഡീഷൻ ആണെങ്കിലും സെയിം റൂൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, 50 എന്ന് പറയുന്നതിന് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. കാരണം 50 നമുക്കറിയാം അല്ലെ, ഇങ്ങനെയാണ്, ഡെസിമൽ ഇല്ലാത്തതാണ്, അറ്റ്ലാന്റിക് ആണ് കോഡ്, ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 0 എടുക്കില്ല അല്ലെ, നോൺ സീറോ ഫസ്റ്റ് വരുന്നത് 1 ആണ്. 1, അപ്പോൾ 1 ആണ് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട് എങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതായത് സയന്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ ഇതിനെ എഴുതാണ് 5 × 10⁻1 എന്ന് നമുക്ക് ഈ 50നെ എഴുതാം. അങ്ങനെ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കേസ് നിങ്ങൾ ഓർത്തു വയ്ക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സംഖ്യയെ അതിന്റെ സയന്റിഫിക് നൊട്ടേഷനിൽ എഴുതുകയാണെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എല്ലാം നമുക്ക് കാണാനായിട്ട് ഷോ ചെയ്യും. അല്ലെങ്കിൽ അത് ഈ ഒരു സയന്റിഫിക് നൊട്ടേഷൻ ടേംസിൽ എഴുതിയാൽ കറക്റ്റ് ആയിട്ട് എത്രയാണ് അതിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ 50യുടെ കേസിൽ 5 × 10⁻1 എടുത്താൽ അതിന് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 2 ആണ്. അപ്പൊ അതിന്റെ കറക്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എങ്ങനെയാണ് നോക്കുന്നത്, സയന്റിഫിക് നൊട്ടേഷനിൽ നമ്മൾ ഒരു സംഖ്യ എഴുതുക, അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ഇപ്പൊ 5.0 × 10⁻1 അല്ലെ, അങ്ങനെയാണ്. 10⁻1 എന്നുള്ളത് നമ്മൾ കൂടില്ല. 5.0യിൽ നമ്മൾ 5 തൊട്ട് 10 ആണ്, 1 2. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കുന്നത്. അപ്പൊ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയില്ലേ. 5.0 × 10⁻1. അപ്പൊ അതില് ഇപ്പൊ പസഫിക് ആയി നമ്മുടെ കോഡ്, പി ആയി 1 2. അപ്പൊ 1 2 ആയി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അപ്പൊ സയന്റിഫിക് നൊട്ടേഷനിൽ എപ്പോഴും എഴുതിയിട്ട് തന്നെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നോക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ,